നാമത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കട്ടെ. ബഹുമാനരായ വൈദികരെ, ശമാശന്മാരെ, സെമിനാരി വിദ്യാർത്ഥികൾ, കർത്താവിൽ വിശ്വാസികൾ, റാസയുടെ കൊഴുപ്പിന് വേണ്ടിയുള്ള ചെണ്ടമേളം അവർ 12 മണിക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇതുവരെയും എത്തിയിട്ടില്ല. അവർ വരുന്നത് വരെ പ്രസംഗിക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോ ചെണ്ടമേളക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഉന്നൂസ് കൈയൊന്ന് കാണിച്ചിട്ടാണ് അപ്പൊ ഞാൻ പ്രസംഗം നടത്തും. ഈ പ്രസംഗം സത്യത്തിൽ ചെണ്ടമേളക്കാരുടെ വരവിന് വേണ്ടിയുള്ളതാണ്. ഇന്നലെ വളരെ അനുഗ്രഹീതമായ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡിജു ശമാശിനെ വൈദികനാക്കുന്ന ശുശ്രൂഷ നടന്നു. അങ്ങനെ വൈദികനായി ഇന്ന് നാം അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും വളരെ സന്തോഷമുള്ളവരും അനുഗ്രഹീതരും സംതൃപ്തരുമാണ് എന്ന് എനിക്കറിയാം. കാരണം വളരെ ഒരുക്കത്തോടും തയ്യാറെടുപ്പോടും പഠനത്തോടും ആണ് ഇന്ന് വിശുദ്ധ കുർബാന ഡിജു അച്ഛൻ അർപ്പിച്ചിരിക്കുന്നത്. മലയാളം അറിയാമെങ്കിലും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ല എന്ന് ചിലപ്പോഴൊക്കെ എന്റെ മനസ്സിലും അദ്ദേഹത്തിനും നിങ്ങൾക്കും ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വളരെ അനായാസമായി ഭംഗിയായിട്ട് മലയാളത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ശുശ്രൂഷയിൽ മറുപടിയായിട്ട് വളരുവാനൊക്കെ വേണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നല്ല ഒരു പഠനം നടന്നിട്ടുണ്ട്. നല്ല തയ്യാറെടുപ്പും ഒരുക്കവും നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹത്തെ തയ്യാറാക്കിയ പ്രത്യേകിച്ച് വൈദികരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി യാതൊരു തെറ്റും സംഭവിക്കാതെ ഞാൻ ഇതിന്റെ വിശുദ്ധ കുർബാനയുടെ തുടക്കം, ഇതിന്റെ തിയോബോ ശുശ്രൂഷ പ്രിപ്പറേഷൻ സർവീസ് അത് മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ തക്ക മിസ്റ്റേക്കുകളൊന്നും തന്നെ ശുശ്രൂഷയിൽ കാണുവാൻ ഇടയായി. നല്ല മനസ്സിന്റെ മെച്യൂരിറ്റിയോട് വളരെ ഭംഗിയായിട്ട് അച്ഛൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ഈ ഭദ്രാസനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈദികനാണെന്ന്. എന്നാൽ വളരെ പരിചയമുള്ള ഒരു വൈദികൻ ശുശ്രൂഷ അർപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ മനോഹരമാണ്. നല്ല ശബ്ദത്തിൽ ആരാധനയുടെ അനുതാപം അതിനുണ്ട്. നമ്മുടെ ആരാധനയുടെ പ്രത്യേകത അതിന്റെ വികാരം എന്ന് പറയുന്നത്, ആരാധനയുടെ വികാരം അനുതാപമാണ്. അനുതാപം അതിനകത്തുണ്ട്. ഇങ്ങനെ ശ്രേഷ്ഠമായ രീതിയിൽ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അത് ഈ ശുശ്രൂഷയിലുടനീളം മറുപടിയായി വളർത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വൈദികനായി ശോഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പുരോഹിതനെ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രിയായ ഗ്രിഗോറിയോസ് തിരുമേനി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പുരോഹിതൻ വിശുദ്ധനും വിശുദ്ധീകരിക്കുന്നവരുമാണ്. Priest is holy and he purifies. He makes things holy. He should be holy and he has to make things holy. നമുക്കറിയാമല്ലോ, നിങ്ങൾ കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഖുദാശ ചെയ്യാനായിട്ട് അച്ഛനെ വിളിക്കും അല്ലേ? അച്ഛൻ വന്ന് അത് ഖുദാശ ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു അത് വിശുദ്ധീകരിക്കപ്പെട്ടു എന്നല്ലേ? So he makes things holy. ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ
ആ വണ്ടി കൊണ്ടുവന്ന് അച്ഛന്റെ അടുക്കൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കും. അച്ഛൻ പ്രാർത്ഥിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അത് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വർഗം അതിനെ ശുദ്ധീകരിക്കുന്നു. നാം വിശ്വസിക്കുന്നു അത് ശുദ്ധീകരിക്കപ്പെട്ടു. പുരോഹിതൻ അതിനെ ശുദ്ധീകരിക്കും. പുരോഹിതന്റെ പ്രത്യേകമായ ദൗത്യം അതാണ്. പുരോഹിതന്റെ ജോലി എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ജനത്തെ വിശുദ്ധീകരിക്കുന്നു. ഒരു മനുഷ്യൻ അശുദ്ധനാകുന്നത് എപ്പോഴാണ്? പാപം ചെയ്യുമ്പോൾ. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ അശുദ്ധനാകും. അശുദ്ധനായ മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത്, അതിന് മീഡിയേറ്ററായി നിൽക്കുന്നത് ആരാ? പുരോഹിതൻ. അവൻ വ്യക്തികളെ, മനുഷ്യരെ വിശുദ്ധീകരിക്കും. സകലത്തെയും, പ്രപഞ്ചത്തിലുള്ള സകലത്തെയും വിശുദ്ധീകരിക്കുവാനുള്ള അധികാരം യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ചുമതലപ്പെടുത്തി കൊടുത്തിട്ട് പോയിരിക്കുകയാണ്. ഞാനിതാ സ്വർഗത്തിലേക്ക് പോകുന്നു, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുകയാണ്. ഞാൻ ഈ ലോകത്തായിരുന്നപ്പോഴൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തായിരുന്നപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തുവായിരുന്നു കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്? തന്റെ അടുക്കിലേക്ക് വന്നവരെ വിശുദ്ധീകരിച്ചു. സൺ ഓർ ഡോട്ടർ, യുവർ സിൻസ് ആർ ഫോർഗിവൻ. യേശു ക്രിസ്തു പറഞ്ഞതാണ്. മോളെ പോകൂ, ഇനി നീ പാപം ചെയ്യരുത്. അതാണ് യേശു ക്രിസ്തു ചെയ്ത ജോലി. ആ ജോലി ചെയ്യുന്നതിന് വേണ്ടി ക്രിസ്തു ഭൂമിയിൽ നിന്നും പിതാവിന്റെ അടുക്കിലേക്ക് പോയപ്പോൾ തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു, ഇനി നിങ്ങൾ ഈ ജോലി ചെയ്യണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം ഞാൻ സ്വർഗത്തിൽ കെട്ടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം ഞാൻ സ്വർഗത്തിൽ അഴിക്കും. ആ ജോലി തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ ജോലിയാണ് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ പുരോഹിതൻ ചെയ്യുന്നത്. പുരോഹിതൻ വസ്തുക്കളെ, വ്യക്തികളെ, മനുഷ്യരെ, സൃഷ്ടിയെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ചുമതലപ്പെടുത്തിയിരിക്കുന്നവർ. തന്നെയുമല്ല, പുരോഹിതൻ വിശുദ്ധനായിരിക്കണം. He must be holy. A priest, he should be holy. പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബലിപീഠത്തെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. ബലിപീഠത്തെ തൊടുന്നവൻ എല്ലാം വിശുദ്ധനായിരിക്കണം. ബലിപീഠത്തെ സ്പർശിക്കുന്നത് ആരാ? പുരോഹിതൻ. ആ പുരോഹിതൻ വിശുദ്ധനായിരിക്കണം. ആ കൽപ്പന അതിന്റെ മുഴുവൻ സ്പിരിറ്റിൽ എടുത്ത ഒരു വ്യക്തിയുടെ പെരുന്നാളിലാണ് നമ്മൾ ഇന്ന് സംബന്ധിക്കുന്നത്. ബലിപീഠത്തെ തൊടുന്നവൻ വിശുദ്ധനായിരിക്കണമെന്നുള്ള യഹോവയുടെ കൽപ്പന അതിന്റെ മുഴുവൻ സ്പിരിറ്റിൽ ഒരു വ്യക്തി എടുത്തു ഈ ലോകത്ത് ജീവിച്ചപ്പോൾ. എന്തേ മലങ്കര സഭയിൽ മെത്രാച്ചന്മാർ കുറവായിരുന്നു? എത്ര മെത്രാച്ചന്മാരുണ്ടായിരുന്നു? ആരുടെയും കവറിൽ ഇതുപോലെ ഒഴുക്കില്ലല്ലോ. വൈദികരുണ്ടായിട്ടുണ്ടല്ലോ. മലങ്കര സഭയിൽ ആളുകൾക്ക് പഞ്ഞമുണ്ടായിട്ടുണ്ടോ? അവരുടെ ഒന്നും കവറിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകുന്നില്ലല്ലോ. എന്താ പരുമലയിലേക്ക് ആളുകൾ ഒഴുകാൻ കാര്യം? താൻ വിശുദ്ധനായിരുന്നു. താൻ ഇവിടെ ആയിരുന്നപ്പോൾ മനുഷ്യരെ വിശുദ്ധീകരിച്ചു. അതായിരുന്നു പരുമലത്തിന്മേലെയുള്ള പ്രത്യേകത. ഇന്നലെ വൈകിട്ട് കുറച്ച് മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാന് പരുമലത്തിന്മേലിയുമായി ബന്ധപ്പെടുത്തി ചില ചിന്തകൾ പങ്കുവച്ചു. പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇന്നലെ കേട്ടവർക്ക് ഇത് ബോറിംഗ് ആയിട്ട് തോന്നുമായിരിക്കും. എങ്കിലും ഒരു കാര്യം മാത്രം, എല്ലാം ദീർഘമായിട്ട് ഞാൻ പ്രസംഗിച്ചിരുന്നത്, എല്ലാ വിഷയവും പറയുന്നില്ല. ഒരു കാര്യം, വിശുദ്ധനെ ഉപമിക്കുന്നത് പനയോടെയാണ്. പനയുടെ പല പ്രത്യേകതകൾ പറഞ്ഞു. അതിന്റെ ഒരു പ്രത്യേകത, പന എന്ന തടി, പാം ട്രീ നിങ്ങൾക്കറിയാമല്ലോ. ആ പാം ട്രീയുടെ അതിന്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ലെയറാണ്, തടി. അതിനുള്ളിൽ അതിന്റെ ആ സ്റ്റെം മുഴുവൻ
അങ്ങനെ നിങ്ങൾ ഓരോ പൊടിച്ച് കണ്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് ദ സോഫ്റ്റസ്റ്റ് പ്ലാന്റ്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്. അതിനൊരു ലെയർ ഉണ്ട്. അത് ചെണ്ടവെള്ളം വന്നോ? ഇതുവരെ വന്നില്ല. പനയുടെ ഏറ്റവും പ്രത്യേകത അത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീയാണ്. അതിന്റെ തടി കൊണ്ട് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന്റെ സ്കിൻ വളരെ ലോലമായ ഒരു ഇതേ ഉള്ളൂ. അകം വളരെ സോഫ്റ്റാണ്. അതാണ് വിശുദ്ധൻ. അതുകൊണ്ടാണ് പനയെ വിശുദ്ധനുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. നിർമ്മലനായ, നിഷ്കളങ്കനായ, കാഠിന്യമില്ലാത്ത, മനസ്സലിയുന്ന, കണ്ണുനീര് വരുന്ന വ്യക്തി, അങ്ങനെയുള്ളവരാണ് വിശുദ്ധൻ. പക്ഷെ ഇത് വളരെ സോഫ്റ്റ് ആണെങ്കിൽ ഈ തടിക്കൊരു പ്രത്യേകതയുണ്ട്. അതിനെ കല്ലെറിഞ്ഞാൽ, പനയുടെ മുകളിൽ പല കല്ലെറിഞ്ഞാൽ എന്താണെന്നറിയാമോ? അതിനെ തിരിച്ചു പോലും. നിങ്ങൾ വലിയ കല്ലെടുത്ത് പനലെറിഞ്ഞു, ആ കല്ല് ആ തടിയെ ഡാമേജ് ചെയ്ത് അത് വളരെ സോഫ്റ്റ് ആണ്. ഈ ഒരു ലെയർ മതി, അത് കല്ല് തിരിച്ചു പോയി ഒന്നും ഏർത്തില്ല. വിശുദ്ധന്മാരുടെ പ്രത്യേകത അതാണ്. വൈദികർ അങ്ങനെ ആയിരിക്കണം. മനുഷ്യർ കല്ലെറിയുന്നവരുണ്ട്. അത് വൈദിക ജീവിതത്തിലെ ഒരു വിധിയാണ്. കല്ലെറിയുന്ന മനുഷ്യരുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ജീവിതത്തെ മുറിപ്പെടുത്താൻ പാടില്ല. കാര്യം ഈ ജീവിതം വിളിച്ചിരിക്കുന്നത് കല്ലെറിയുന്ന മനുഷ്യരുടെ വിളിയല്ല, മറിച്ച് കല്ലെറിയാത്തവനായ ഒരു ദൈവത്തിന്റെ വിളിയിലാണ് വൈദികവൃത്തിയിലേക്കുള്ള വിളി. അതുകൊണ്ട് വരുന്ന എല്ലാ സംഗതികളും അതേ ഗ്രാവിറ്റിയിൽ തിരിച്ചു പോകാനായിട്ട് അനുവദിച്ചേക്കണം. ഒന്നും ജീവിതത്തെ മുറിപ്പെടുത്താൻ ഇടയാക്കരുത്. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും പല ഉന്നതങ്ങളെ ലക്ഷ്യമാക്കി അത് വളർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ അച്ചടക്ക ഡിസിപ്ലിനോട് കൂടി. തനിക്കൊരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, മറ്റു വൃക്ഷങ്ങളെ പോലെയല്ല. പനയ്ക്ക് അതിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. അതിന്റെ തടി കണ്ടാൽ എല്ലാ പനയും ഒരുപോലെ ഇരിക്കും. പക്ഷെ മറ്റു വൃക്ഷങ്ങളെ നോക്കി ഓരോ വർഷവും വ്യത്യസ്തങ്ങളായിരിക്കും. അതിന്റെ ഷേപ്പ് വ്യത്യസ്തങ്ങളായിരിക്കും. വേറെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പ്ലാന്റ് ഏതാ? നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ഏതാ? ഓക്ക് ട്രീ. ഒരു 10 ഓക്ക് ട്രീ എടുത്തിട്ട് നോക്കിക്കോ, അതിന്റെ ഷേപ്പ് ഇറ്റ് ഡിഫേഴ്സ് ഇൻ 10 ഡിഫറെന്റ് വേ. 10 രീതിയിലായിരിക്കും. പക്ഷെ ഒരു പാം, റോയൽ പാം എടുത്ത് നോക്കി, അതിന്റെ ഷേപ്പ് പോലെ. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് വിഷമതകളുണ്ടെങ്കിലും അത് ഉന്നതങ്ങളെ ലക്ഷ്യമാക്കി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരേ ഷേപ്പിൽ, ഒരേ രീതിയിൽ വളർന്നുകൊണ്ട്. അത് വിശുദ്ധന്മാരെ, അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ പല പോലെ ഉപമിക്കുന്നത്. പരിശുദ്ധനായ പരിമളത്തിന് മേനി ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അത് കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം, സാമ്പത്തിക പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം, നമ്മുടെ സഭയുടെ ഉൾപ്പോരുകൾ, ഇതെല്ലാം വളരെയേറെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ പരിമളത്തിന് മേനി ജീവിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ വളർച്ചയെ അത് തടസ്സപ്പെടുത്തിയില്ല. ഉന്നതങ്ങളിലേക്കുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പരിമളത്തിന് മേനി ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജനഹൃദയങ്ങളിൽ, മനുഷ്യ മനസ്സുകളിൽ തിരുമേനി വളർന്നുകൊണ്ടിരിക്കുന്നു. വളർച്ചയ്ക്ക് കുറവില്ല. ഉന്നതങ്ങളെ ലക്ഷ്യമാക്കി കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഭയങ്കരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും. ഇത് നാം പഠിക്കേണ്ട ഒരു സംഗതിയാണ്. വിശുദ്ധന്മാരിൽ നിന്ന് നാം മോഡലാക്കേണ്ട സംഗതിയാണ്. ലോകത്തിൽ പല പല പ്രയാസങ്ങൾ നമുക്കുണ്ടാകാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നമുക്കുണ്ടാകാം. ഒന്നും ജീവനെ നശിപ്പിക്കാൻ പാടില്ല. അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാകാം, ജോലിയിലാകാം,
നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകാം. ഓരോരോ പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും ഉണ്ടാകാം. അതൊക്കെ ഓരോ ഏറുകളായിട്ട്, ഓരോ കല്ലുകളായിട്ട് കരുതിയാൽ മതി. അതൊന്നും തന്നെ നമ്മുടെ ജീവന്റെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ വളർച്ചയെ നശിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് പരിശുദ്ധ പരിമളത്തിന്മേൽ നൽകുന്ന സന്ദേശം. അച്ഛനെന്ന് പറഞ്ഞല്ലോ, കുദശീത്വം ഞായറാഴ്ചയാണ്. കുദശീത്വം സഭയുടെ വിശുദ്ധീകരണത്തിന്റെ ഞായറാഴ്ചയാണ്. സഭയുടെ വിശുദ്ധീകരണം നമ്മുടെയൊക്കെ വിശുദ്ധീകരണമാണ്. അതാണല്ലോ സഭ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചേർന്നതാണ്, ജനങ്ങളെല്ലാം ഇവിടെ ചേരുന്നതാണ് സഭ. നാം എല്ലാം കൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് സഭയുടെ വിശുദ്ധീകരണം. നാം വിശുദ്ധീകരിക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അത് സഭയുടെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ വലിയ പെരുന്നാളാണ്. ആരാധനാ വർഷത്തിന്റെ ഒന്നാമത്തെ ദിവസം, ആരാധനാ വർഷം ഇന്ന് തുടങ്ങിയാണ്. സഭയുടെ വിശുദ്ധീകരണത്തിന്റെ ഈ പെരുന്നാളിൽ, പരിശുദ്ധനായ പരിമളത്തിരുമേനിയുടെ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു സന്ദേശമുള്ളൂ: നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത്. ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനുഗ്രഹീതമായ രീതിയിൽ ലിജുവച്ചന്റെ ആദ്യ കുർബാനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധിച്ചു. പരിശുദ്ധനായ പരിമളത്തിരുമേനിയുടെ പെരുന്നാളിൽ എന്റെ ചടങ്ങുകളിൽ നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഇടവകയിൽ വരുവാനിടയായതിൽ ഉള്ള സന്തോഷം അറിയിക്കുന്നു. ഇന്നലെയും ഇന്നുമായി നടന്ന ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ബലഹീനനായി എനിക്ക് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇടവക അനുഗ്രഹീതമായിട്ട് വളരുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും അതിന്റെ കമ്മിറ്റി അംഗങ്ങളെയും നിങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ എല്ലാ സ്പിരിച്വൽ ഓർഗനൈസേഷൻസും ഭംഗിയായി നടക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MGSCSത്തിന്റെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ MGSCSത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു റിട്രീറ്റ് നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഏകദേശം 60 പേരോളം ഈ ഇടവകയിൽ നിന്ന് തന്നെയുള്ള 60ഓളം കുഞ്ഞുങ്ങൾ റിട്രീറ്റിൽ ഫുൾ ടൈം പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ നല്ല സജീവമായിട്ട് സംഘടന നടക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു. അതിന്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. ഇനി തുടർന്നും ഞാൻ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ നിങ്ങളോട് പറയുന്നതാണ്, സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് ആർ ദ ലൈഫ് ഓഫ് ദ ചർച്ച്. ഒരു ചർച്ചിന് ലൈഫ് ഉണ്ടെന്ന് അറിയുന്നത് അവിടുത്തെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് എത്രമാത്രം ആക്റ്റീവ് ആണെന്നുള്ളത്. We have a lot of spiritual organizations in the church. MGSCSM, Sunday School, Marthamariam Samajam, Prayer Fellowship, Focus. These are all the spiritual organizations. And each and every member of the church should be members of any one of, at least one of the spiritual organizations. അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങളെല്ലാവരും മെമ്പറായിരിക്കണം. അതിലൂടെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പല പാഠങ്ങളും നമ്മൾ പഠിക്കുന്നതും. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. ഇടവകയുടെ എല്ലാ ആധ്യാത്മിക സംഘടനകളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വരുവാൻ ഇടയായതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാണ്.